Good morning, students. നമ്മൾ ഇന്നത്തെ ക്ലാസ് മുതൽ MSc 4th സെമിസ്റ്റർ ക്ലാസ് ആരംഭിക്കാൻ പോവാണ്. നമ്മൾ S3-ലേക്ക് ഓർഗാനിക്കും ഫോട്ടോ കെമിസ്ട്രിയൊക്കെയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ സെമ്മിൽ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനുള്ളത് 4 മോഡ്യൂളാണ്. ഓർഗാനോമെറ്റാലിക്സിൽ വരുന്ന 2 മോഡ്യൂളും ഇൻഡസ്ട്രിയൽ കറ്റാലിസിസ് സെലക്റ്റീവ് പേപ്പറിൽ വരുന്ന 2 മോഡ്യൂളും. അപ്പം നമുക്ക് ആദ്യം ഇൻഡസ്ട്രിയൽ കറ്റാലിസിസ് പേപ്പറിലുള്ള സെക്കൻഡ് മോഡ്യൂൾ കൈനറ്റിക്സ് ആൻഡ് കറ്റാലിസിസ് ആ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ S4-ലെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് കണ്ടാൽ മതി. നമ്മളിത് അധികം ഡീറ്റെയിലിലേക്ക് ഇന്നത്തെ ക്ലാസ് പോകുന്നുണ്ടാവില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇതുവരെ പഠിക്കാത്ത ഒരു പേപ്പർ എന്നുള്ള നിലയ്ക്ക് ഇനോർഗാനിക്, ഫിസിക്കൽ, ഓർഗാനിക് അങ്ങനെയാണല്ലോ നിങ്ങൾ ഇതുവരെയും പഠിച്ചിട്ടുള്ളത്. ഇപ്പം ഇൻഡസ്ട്രിയൽ കറ്റാലിസിസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് ചിലപ്പം മോഡ്യൂൾ 1-ൽ നിങ്ങളെ ഓൾറെഡി പഠിപ്പിക്കുമായിരിക്കും, ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ടാവും ചിലപ്പം. എങ്കിലും ജസ്റ്റ് ഒരു ചാപ്റ്ററിനൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് സിലബസ് നോക്കാം. സിലബസിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്: അഡ്സോർപ്ഷൻ ആൻഡ് കറ്റാലിസിസ്, അഡ്സോർപ്ഷൻ ആൻഡ് റിയാക്ഷൻ റേറ്റ്, സ്ട്രെങ്ത് ഓഫ് അഡ്സോർപ്ഷൻ ബോണ്ട്, അഡ്സോർപ്ഷൻ ഇക്വിലിബ്രിയം ആൻഡ് കറ്റാലിസിസ്. ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നതാണ്. അഡ്സോർപ്ഷനും കറ്റാലിസിസും തമ്മിലുള്ള ബന്ധം, റിയാക്ഷൻ റേറ്റ്, കാറ്റലിസ്റ്റ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നീടാണ് ഡീറ്റെയിൽ ആയിട്ട് കൈനറ്റിക്സിലേക്ക് പോകുന്നത്. കൈനറ്റിക്സ് ഓഫ് ഹെട്രോജനസ് കറ്റാലിസിസ്. ഹെട്രോജനസ് കറ്റാലിസിസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അല്ല ഡിഫ്യൂഷൻ സ്റ്റെപ്പ്, യൂണിമോളിക്കുലാർ റിയാക്ഷൻ, ബൈമോളിക്കുലാർ റിയാക്ഷൻ, പിന്നെ 2 മെക്കാനിസം, ലാങ്മുർ ഹിൻഷൽവുഡ് മെക്കാനിസം ആൻഡ് എലർ ഐഡിയൽ മെക്കാനിസം. അതേപോലെ മെക്കാനിസം ഓഫ് ഡിഫ്യൂഷൻ, ഇത് ഡിഫ്യൂഷൻ ഇല്ല, ഇത് ഡിഫ്യൂഷൻ ഉള്ള മെക്കാനിസത്തിന് സെപ്പറേറ്റ് ഒരു പോർഷൻ, ഡിഫ്യൂഷൻ ആൻഡ് റിയാക്ഷൻ ഇൻ പോർസ്, സെലക്ടിവിറ്റി ആൻഡ് ഡിഫ്യൂഷൻ. ഈ ഏരിയ കുറച്ചും കൂടി സിമ്പിളാണ്. പിന്നീട് electronic factors in catalysis by metal, electronic factors in catalysis by semiconductor, geometric factor and catalysis. ഇത്രയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചതിൽ നിന്നും യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ചാപ്റ്ററാണ്. എല്ലാം പുതുതായിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ കേട്ട് പരിചയമുള്ള 2-3 വാക്കുകൾ അതിനകത്തുള്ളൂ. അഡ്സോർപ്ഷൻ, പോർ, ഹെട്രോജനസ് കറ്റാലിസിസ്, അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങളെ നിങ്ങൾ ഓൾറെഡി ഇതിനകത്ത് പഠിക്കുന്നുള്ളൂ. നമ്മളെ സിലബസിൽ പറയുന്ന റഫറൻസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് എ ക്ലാർക്കിന്റെ തിയറി ഓഫ് അഡ്സോർപ്ഷൻ ആൻഡ് കറ്റാലിസിസ് ആണ്. ഈ ബുക്കിനകത്ത് ഈ ഒരു ഏരിയ കംപ്ലീറ്റും പറയുന്നുണ്ട്. അതേപോലെ ഇൻട്രൊഡക്ഷൻ ടു പ്രിൻസിപ്പിൾസ് ഓഫ് ഹെട്രോജനസ് കറ്റാലിസിസ്, JM തോമസ് ആൻഡ് WJ തോമസ്. ഇതിനകത്തുള്ള 3-4 ടെക്സ്റ്റുകൾ പറയുന്നുണ്ട്. ഇതെല്ലാം പറ്റുമെങ്കിൽ സംഘടിപ്പിക്കുക. ഏതായാലും പഠിക്കാനുള്ള 2-3 ടെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈ ബുക്ക് ഫോമിൽ അയച്ചു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും എപ്പോഴും വൈവിക്ക് വരുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ? പക്ഷെ വളരെ കുറച്ച് പേരെ അത് കൃത്യമായിട്ട് മറുപടി പറയാറുള്ളൂ. എല്ലാവരും പറയും അഡ്സോർപ്ഷൻ ഒരു സർഫസും അബ്സോർപ്ഷൻ ഒരു ബൾക്ക് ഫിനോമിനയാണെന്ന് പറയും. പക്ഷെ MSc-കാരുടെ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പം കാര്യമായിട്ടുള്ള വ്യത്യാസം അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിലുണ്ട്. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാല് നോക്കിക്കോളൂ. ഇത് മോളിക്യൂൾസ് ഇൻ ദി ഇന്റീരിയർ ആൻഡ് അറ്റ് ദി സർഫസ് ഓഫ് എ ലിക്വിഡ്. ഈ ഒരു സോളിഡിന്റെ സർഫസിലും ബൾക്കിലും അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും നടന്നിട്ടുള്ള ഒരു പടമാണിത്. ഇതിന്റെ സർഫസിൽ പോറുണ്ട്,
ആ പോറിനകത്ത് അഡ്സോർപ്ഷൻ ഉണ്ട്, ബൾക്കിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് മെറ്റീരിയൽ പോയിട്ടുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് അബ്സോർപ്ഷൻ. അപ്പൊ നോക്കൂ, ഈ പടം നോക്കിയാൽ കൃത്യമായിട്ട് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. അഡ്സോർബന്റ് ആണെന്നുണ്ടെങ്കിൽ അഡ്സോർപ്ഷൻ ആണല്ലോ നടക്കേണ്ടത്. അഡ്സോർബേറ്റിനെ അഡ്സോർബന്റ് അഡ്സോർബ് ചെയ്യും. എവിടെയാണ് അഡ്സോർബ് ചെയ്യുക? സർഫസിൽ മാത്രം. ഈ സർഫസിലിരിക്കുന്ന അഡ്സോർബേറ്റ് യാതൊരു കാരണവശാലും ബൾക്കിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകില്ല. ഓക്കെ. അബ്സോർപ്ഷൻ ആണെങ്കിലോ? അബ്സോർപ്ഷൻ ആണെങ്കിൽ അങ്ങനെയല്ല. അബ്സോർപ്ഷൻ ആണെങ്കിൽ ബൾക്കിലേക്കാണ്, അതായത് ഇന്റീരിയർ ഓഫ് ദ മെറ്റീരിയലിലേക്കാണ് അബ്സോർബേറ്റ് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ പോകുന്ന സാധനം പോവുക. അബ്സോർബ്ഡ് സബ്സ്റ്റൻസ് അപ്പം ഉള്ളിലേക്ക്, സോളിഡിന്റെ ഉള്ളിലേക്കാണ് പോവുക. അപ്പം രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ അത് കാരണം ഉണ്ടാകുന്ന വ്യത്യാസം വളരെ ഭീകരമാണ്. അതായത് അഡ്സോർപ്ഷനില് സർഫസ് ഫിനോമിനൻ ആയതുകൊണ്ട് തന്നെ സോളിഡിന്റെ പ്രോപ്പർട്ടി ഒന്നും വലിയ വ്യത്യാസങ്ങൾ വരില്ല. പക്ഷെ അഡ്സോർബേറ്റിന്റെ പ്രോപ്പർട്ടിയിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അബ്സോർപ്ഷനിൽ അഡ്സോർബെന്റിന്റെ മെറ്റീരിയൽ, ഈ സോളിഡ് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയിലാണ് കാര്യമായ വ്യത്യാസം വരിക. അബ്സോർബ് ചെയ്ത മെറ്റീരിയലിന് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരാൻ പാടാണ്. ഓക്കെ, ഇതാണ് രണ്ടും തമ്മിലുള്ള അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള വ്യത്യാസം. ഇനി എന്താണ് കറ്റാലിസിസ്? അപ്പം അഡ്സോർപ്ഷനും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് അഡ്സോർപ്ഷനും കറ്റാലിസിസിനെ കുറിച്ചാണ്. അപ്പൊ അഡ്സോർപ്ഷന് ഏകദേശം നിങ്ങൾക്ക് അറിയാം, അതൊരു സർഫസ് ഫിനോമിനൻ ആണെന്നും സോളിഡിലുള്ള റെസിഡുവൽ ഫോഴ്സസ് കാരണം, അതായത് ഒരു സോളിഡ് എത്ര സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞാലും അതിന്റെ സർഫസിൽ കുറെ ഇന്ററാക്ഷൻസ് പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇന്ററാക്ഷൻസിന്റെ ഫലമായിട്ട് റെസിഡുവൽ ഫോഴ്സസ്, അതിനെ നമ്മൾ ബാക്കി വരുന്ന ഫോഴ്സസിനെ റെസിഡുവൽ ഫോഴ്സസ് എന്നാണ് പറയാൻ. ആ റെസിഡുവൽ ഫോഴ്സസ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതും കൂടെ മിനിമൈസ് ചെയ്താൽ ആ സോളിഡിന് ഫർദർ സ്റ്റെബിലിറ്റി കിട്ടും. അപ്പൊ അത് മിനിമൈസ് ചെയ്യാനാണ് അഡ്സോർപ്ഷൻ. ആ റെസിഡുവൽ ഫോഴ്സസിനെ നള്ളിഫൈ ചെയ്യും. ഒരു അഡ്സോർബെന്റിലേക്ക് വരുന്ന സമയത്ത് അഡ്സോർബെന്റിന്റെ സർഫസിലുള്ള റെസിഡുവൽ ചാർജസ് എല്ലാം നള്ളിഫൈ ചെയ്ത് ആ സോളിഡ് കൂടുതൽ സ്റ്റേബിൾ ഫോമിലേക്ക് മാറും. ഓക്കെ, അങ്ങനെയാണ് അഡ്സോർപ്ഷൻ ഒരു സോളിഡിന് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഇനി ഈ അഡ്സോർപ്ഷനെ നമ്മൾ കറ്റാലിസിസ് ഫീൽഡിലേക്ക് കൊണ്ടുവരും. എന്താണ് കറ്റാലിസിസ്? കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് ഒരു റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യുന്ന പ്രോസസ്സ് ആണല്ലോ. അപ്പം ഈ അഡ്സോർപ്ഷൻ ഫിനോമിനൻ ഉപയോഗിച്ച് ഒരു കാറ്റലിസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അഡ്സോർപ്ഷൻ ആൻഡ് കറ്റാലിസിസ് ഒരുമിച്ച് പഠിക്കുന്നു. അപ്പൊ അഡ്സോർപ്ഷൻ ആൻഡ് കറ്റാലിസിസ് പഠിക്കുന്നതിന് മുമ്പ് കറ്റാലിസിസിനെ കുറിച്ച് ഒരു ഡീപ്പ് ഐഡിയ ഉണ്ടാക്കി എടുക്കണം. ഇപ്പൊ കറ്റാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള 4 വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ റിയാക്ഷൻസ് സ്പീഡപ്പ് ചെയ്യുന്നത്. ഒന്നുകിൽ ടെമ്പറേച്ചർ കൂട്ടാം, പ്രഷർ വേരി ചെയ്യാം, കോൺസെൻട്രേഷൻ വേരി ചെയ്യാം, റിയാക്റ്റന്റും കാറ്റലിസ്റ്റും അല്ലെങ്കിൽ റിയാക്റ്റൻസ് തമ്മിൽ പരസ്പരമുള്ള കോണ്ടാക്ട് ടൈം ഇംപ്രൂവ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള 4 പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ റിയാക്ഷൻസിന്റെ റേറ്റ് കൂട്ടി വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഇതില് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, കോൺസെൻട്രേഷൻ നമുക്ക് കൂട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. കോണ്ടാക്ട് ടൈം നമുക്ക് ഒരു സ്റ്റിറർ ഉപയോഗിച്ചാൽ കോണ്ടാക്ട് ടൈം കൂടും. പക്ഷെ ടെമ്പറേച്ചർ, പ്രഷർ ഈ 2 വേരിയബിള് ഒരു ലാർജ് സ്കെയിൽ പ്രോസസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഈ 2 വേരിയബിൾസ് ട്യൂൺ ചെയ്യാൻ കുറെ പൈസ ചെലവാകും. അതായത് ടെമ്പറേച്ചർ നമ്മൾ പറയുന്നത് ഒരു 2 ഫ്ലോർഡ് ബിൽഡിങ്ങിന്റെ പൊക്കത്തിലുള്ള ഒരു വെസൽ, ഇപ്പം ബ്ലാസ്റ്റ് ഫർണസ് പോലെ വലിയൊരു ഇൻഡസ്ട്രിയൽ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ക്വാണ്ടിറ്റി സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ വേരി ചെയ്യാനോ പ്രഷർ വേരി ചെയ്യാനോ ധാരാളം പൈസ മുടക്കേണ്ടി വരും. സോ tuning these 2 variables is not
എക്കണോമിക്കൽ അല്ലെ, എക്കണോമിക്കല്ല, അത് എനർജി ഇൻറ്റൻസീവ് ആണ്. മാത്രമല്ല നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടാൻ നോക്കിയാൽ ആ കോൺസെൻട്രേഷൻ കൂട്ടാൻ നോക്കുന്നത് ഇപ്പോൾ ഒരു ആസിഡിന്റെ ആണ്, സൾഫ്യൂരിക് ആസിഡിന്റെ ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹൈലി കൊറോസീവ് അല്ലെ. അപ്പൊ അത് ആ എക്യുപ്മെന്റ്, ആ ബ്ലാസ്റ്റ് ഫർണസോ അല്ലെങ്കിൽ എടുക്കുന്ന ഫർണസോ അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിനെ ഒക്കെ കേടുവരുത്താം. മാത്രമല്ല ഈ വെറുതെ നമ്മളിത് കൂട്ടിക്കൊണ്ട് കാര്യമൊന്നുമില്ല. ഇത് വെറുതെ നമ്മൾ കൂട്ടുമ്പോൾ ഗുണത്തെക്കാളേറെ ചിലപ്പോൾ ദോഷം സംഭവിക്കും. കാരണം അൺഡിസൈറബിൾ ആയിട്ടുള്ള സൈഡ് റിയാക്ഷൻസും അതിന്റെ ഫലമായിട്ട് സൈഡ് പ്രോഡക്ട്സും ഉണ്ടാകും. അപ്പൊ ഈ സൈഡ് പ്രോഡക്റ്റിനെ എലിമിനേറ്റ് ചെയ്യാൻ വീണ്ടും നമ്മൾ എനർജി സ്പെൻഡ് ചെയ്യണം, കൂടുതൽ പൈസ ഇപ്പം പൊക്കോണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്രയും ഡിസഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്തത്, ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് ലെസ് സിവിയർ കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ടുള്ള സ്പീഡിങ് അപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് കണ്ടുപിടിക്കപ്പെടാൻ തുടങ്ങിയത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആളാണ് എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള റിയാക്ഷൻ്റെ ഈൽഡ് ഇംപ്രൂവ്മെന്റ്. അതിന് നമുക്ക് ഈ കാറ്റലിസ്റ്റ് വർക്ക് ചെയ്യാൻ ലോവർ പ്രഷറും ലോവർ ടെമ്പറേച്ചറും ഒക്കെ മതി. അപ്പം സാധാരണയുള്ള റൂം കണ്ടീഷൻസിൽ വെച്ച് തന്നെ ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഹൈലി സ്പെസിഫിക് ആയിട്ടും ഹൈലി ഈൽഡിങ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. ഇല്ല എങ്കിൽ നമുക്ക് കൂടുതൽ കോണ്ടാക്ട് ടൈം കൂട്ടുന്ന പ്രോസസ്സ് അതും നമുക്ക് ചെയ്യാം. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ കാറ്റലിസ്റ്റ് ബെഡ്, അതായത് ഈ ഫർണസിന്റെ ഏറ്റവും താഴെ നമ്മളൊരു കാറ്റലിസ്റ്റ് കൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ, കാറ്റലിസ്റ്റിന്റെ ഒരു ബെഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ റിയാക്ടൻ്റ് എല്ലാം വന്ന് മേലേന്നാണല്ലോ ഫീഡ് ചെയ്യുന്നത്. മേലേന്ന് ഗ്രാവിറ്റിയുടെ ഫലമായിട്ട് താഴേക്ക് ഒന്ന് വീഴുന്നു, നേരെ ഒന്ന് വീഴുന്നത് കാറ്റലിസ്റ്റിൽ. കാറ്റലിസ്റ്റ് റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നു, ധാരാളം പ്രോഡക്റ്റ് ഉണ്ടാവുന്നു. പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് എവിടെയാണ്? ബോട്ടം. അവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രോഡക്റ്റിനെ റിക്കവർ ചെയ്യാൻ സാധിക്കും. അപ്പം എന്തായാലും ഈ ലെസ് സിവിയർ കണ്ടീഷൻസിൽ വരുന്ന ഏതൊരു മെത്തേഡും കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് പ്രൊസീഡ് ചെയ്യുന്നത്. ഇവിടെയാണ് കാറ്റാലിസിന്റെ ഇമ്പോർട്ടൻസ്. അപ്പം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, പണ്ടേ കാറ്റാലിസിസ് ഉള്ള ഒരു ഫീൽഡാണ്. ഇപ്പം നമ്മൾ ചീസ് ഉണ്ടാക്കാൻ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, ഡയറി പ്രോഡക്ട്സ് പ്രോസസ്സ് ചെയ്യാനായിട്ട് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ പണ്ട് മുതലേ ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഈ ഫുഡ്, ബീവറേജ്, ഈസ്റ്റ് പോലുള്ള എൻസൈംസ് ഉപയോഗിച്ച് വൈൻ ഉണ്ടാക്കുന്നത്, ഇതെല്ലാം 1981 ഹിൻമാൻ ഒരു ബൾക്ക് റെക്കോർഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. പിന്നീടാണ് അതിനു മുമ്പ് 1836 ബെർസീലിയസ് കറ്റാലിസിസ് എന്നൊരു ടേം കോയിൻ ചെയ്യുന്നത്. അതായത് കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് ഒരു റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിച്ചിരുന്ന പേരാണ് കറ്റാലിസിസ്, കോയിൻഡ് ബൈ ബെർസീലിയസ്. പക്ഷേ ഈ ഫീൽഡിലേക്ക് അതിനു മുമ്പേ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിരുന്നവർ ബെർസീലിയസ് തന്നെ, പിന്നെ ഡേവി, ഫാരഡെ ആൻഡ് അതർ പ്രോമിനന്റ് സയന്റിസ്റ്റ് ഇൻ ദാറ്റ് പീരീഡ്. ആ പീരീഡിൽ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ കറ്റാലിസിസ് ഫീൽഡിലേക്ക് ധാരാളം കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻഡസ്ട്രിയൽ കറ്റാലിസിസ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് 1875 ആണ്, വിത്ത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഓൺ പ്ലാറ്റിനം കാറ്റലിസ്റ്റ്. പ്ലാറ്റിനം കാറ്റലിസ്റ്റിൽ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടാണ് 1875 അതിൻ്റെ ഇൻവെന്റർ ആയിട്ടുള്ള പെരഗ്രിൻ ഫിലിപ്സ് അദ്ദേഹം 1875 ആ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് യൂസിങ് പ്ലാറ്റിനം കണ്ടുപിടിച്ചത്. പക്ഷേ ഇത് പേറ്റന്റ് ചെയ്തതിന് ശേഷം ഇത് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് കാണാൻ അദ്ദേഹത്തിന് പിന്നീട് ഭാഗ്യം ഉണ്ടായില്ല. പിന്നെ ഇതിന്റെ ശരിക്കുള്ളൊരു ഫ്ലോ ചാർട്ടാണിത്. 1875 ഈ പറഞ്ഞ സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിങ് കണ്ടുപിടിക്കുന്നു യൂസിങ് പ്ലാറ്റിനം ആൻഡ് വെനേഡിയം പെന്റോക്സൈഡ് കാറ്റലിസ്റ്റ്. 1903 നൈട്രിക് ആസിഡ് മാനുഫാക്ചർ, HNO3 മാനുഫാക്ചർ യൂസിങ് പ്ലാറ്റിനം ഗോസ്, അത് കണ്ടുപിടിക്കപ്പെടുന്നു. 1913 ഹേബേഴ്സ് പ്രോസസ് യൂസിങ് അയൺ, അലുമിന ആൻഡ് കെറ്റോൺ. 1923 മെഥനോളിന്റെ സിന്തസിസ് യൂസിങ് കോപ്പർ സിങ്ക് ഓക്സൈഡ്. 1930 ഈ ഒരു കാലത്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഇഷ്ടം പോലെ കാറ്റലിസ്റ്റ് ആ സമയത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്.
1930 Fischer-Tropsch synthesis of C1 to C30 hydrocarbons. കേസൽഗർ കാറ്റലിസ്റ്റ് ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് ഓർഗാനിക് കാറ്റലിസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രോജനേഷൻ റിയാക്ഷൻസ്, കാറ്റലിറ്റിക് ക്രാക്കിംഗ്, എഥലിൻ ഓക്സിഡേഷൻ, പാരഫിൻ ആൽക്കൈലേഷൻ, ഇതെല്ലാം പെട്രോ കെമിക്കൽ ആയിട്ടുള്ള ക്രാക്കിംഗ് നമ്മൾ അടുത്ത മോഡ്യൂളിൽ ഞാൻ പഠിപ്പിക്കുന്ന മോഡ്യൂളിൽ കാറ്റലിറ്റിക് ക്രാക്കിങ്ങിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതെല്ലാം ഓർഗാനിക് പ്രോസസ്സാണ്. പിന്നീട് വീണ്ടും ഓക്സോ പ്രോസസ്സ്, കാറ്റലിറ്റിക് നാഫ്ത റിഫോമിംഗ്, സ്റ്റീരിയോജനിക് പോളിമറൈസേഷൻ യൂസിങ് സീലർനെറ്റ കാറ്റലിസ്റ്റ്, വാക്കർ പ്രോസസ്സ്, നിങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന വാക്കർ പ്രോസസ്സ്, ഇതെല്ലാം ഓർഗാനിക് ആയിട്ടുള്ള ഇതുവരെയുള്ള ഒരു ഓർഗാനിക് പെട്രോ കെമിക്കൽ പ്രോഡക്റ്റിൽ നിന്നുള്ള കാറ്റാലിസിസ് റിയാക്ഷൻ ആണ്. അതിനുശേഷം അമ്മോക്സിഡേഷൻ 1960s, അതിന് ഓക്സിക്ലോറിനേഷൻ, സിയോലിറ്റിക് കാറ്റലിറ്റിക് ക്രാക്കിംഗ് മാർക്ക്ഡ് ഇൻ 1964. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കവറി ആയിരുന്നു. സിയോലൈറ്റ് ഉപയോഗിച്ചുള്ള ഇനോർഗാനിക് മിനറൽ റോക്സ് ഉപയോഗിച്ചിട്ടുള്ള കാറ്റാലിസിസ്. പിന്നെ മൾട്ടി മെറ്റാലിക് റിഫോമിംഗ്, അതായത് മൾട്ടി മെറ്റൽ എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള കാറ്റലിസ്റ്റ് റിയാക്ഷൻസ്, ഹൈഡ്രോ ഡീസൾഫറൈസേഷൻ, സൾഫറിനെ മാറ്റുന്ന പ്രോസസ്സ്, ഓട്ടോ എമിഷൻസ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഓട്ടോ എമിഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കാറ്റലിസ്റ്റ്. നമ്മൾ ഇപ്പം 2010-11 ശേഷമാണെന്ന് തോന്നുന്നു നമ്മുടെ ഓട്ടോമൊബൈൽ, ബൈക്ക്, കാറ് എല്ലാത്തിലും ഈ കാറ്റലിറ്റിക് കൺവേർട്ടർ ഉപയോഗിക്കുന്നുണ്ട് ഫോർ റെഡ്യൂസ്ഡ് എമിഷൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാറ്റിനം അല്ലെങ്കിൽ റോഡിയം കാറ്റലിസ്റ്റ് ആണ്. പിന്നീട് 1980-95 സെലക്റ്റീവ് കാറ്റലിറ്റിക് റിഡക്ഷൻ ഓഫ് നൈട്രിക് ഓക്സൈഡ്, അത് എൻവയോൺമെന്റൽ കൺട്രോളിന് വേണ്ടിയിട്ട്. പിന്നീടാണ് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഡിസ്കവറി ഷേപ്പ് സെലക്റ്റീവ് റിയാക്ഷൻസ് യൂസിങ് സിയോലൈറ്റ്സ്. ZSM5 പോലുള്ള, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ZSM5 ഒക്കെ. ZSM5 പോലുള്ള കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള കറ്റാലിസിസ്, they are used in petrochemicals. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു കറ്റാലിസിസിന്റെ ഡിസ്കവറി ഫ്രം 1875 to recent years. ഓക്കെ, ഇനി കറ്റാലിസിസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്ക് ഒരു തോന്നലുണ്ടാവും, പക്ഷെ അത് ശരിയല്ല. അതായത് റോ മെറ്റീരിയൽസിനെ നമ്മൾ കാറ്റലിസ്റ്റിന്റെ ഉപയോഗത്തിലെ കൂടിയാണ് ഈ നമുക്ക് പെട്രോളിയത്തിൽ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽ ആണ് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാൽ നമുക്ക് അതിനെ കെമിക്കലായിട്ടും ഫ്യൂവലായിട്ടും കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഈ കെമിക്കൽ എന്ന് പറയുന്നത് വേറെ കുറെ കെമിക്കൽസിന്റെ റോ മെറ്റീരിയൽ ആണ്. ഇപ്പം ഹൈഡ്രജൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലോറിൻ, പെട്രോളിയത്തിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ ഹൈഡ്രജൻ, കാർബൺ, പിന്നെ മെഥനോള്, എഥനോള്, ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വേറെ കുറെ ഫൈബർ ആയാലും പ്ലാസ്റ്റിക് ആയാലും ഫുഡ് ഐറ്റംസിലൊക്കെ ഉപയോഗിക്കുന്നതായാലും ഹോം പ്രോഡക്റ്റിലായിട്ടുള്ള ചെയർ, അങ്ങനെയുള്ള ഹോം പ്രോഡക്റ്റിലും ഫാർമസ്യൂട്ടിക്കൽസിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ കാറ്റലിസ്റ്റിന്റെ ഉപയോഗം കൊണ്ട് ഇത് സാധ്യമാകുള്ളൂ. മാത്രമല്ല കാറ്റലിറ്റിക് ക്രാക്കിംഗ് വഴിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫ്യൂവലും ഉപയോഗിക്കുന്നത് ഫോർ ഹീറ്റിംഗ്, ട്രാൻസ്പോർട്ടേഷൻ പവർ. അപ്പം കാറ്റാലിസിസ് ഇല്ലെങ്കിൽ മനുഷ്യ ജീവിതം വളരെ പാട് ഉള്ള ഒരു പ്രോസസ്സായി മാറുകയാണ്. ഇനി നമ്മൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് ടെർമിനോളജീസ് അറിഞ്ഞിരിക്കണം. കാറ്റലിസ്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കാറ്റലിസ്റ്റ് ഇസ് എ മെറ്റീരിയൽ ദാറ്റ് എൻഹാൻസസ് റേറ്റ് ആൻഡ് സെലക്ടിവിറ്റി. സ്പീഡ് മാത്രമല്ല, ആ ഒരു പ്രോഡക്റ്റ് മാത്രം ഉണ്ടാകുന്ന ഒരു ഡയറക്ഷനിലേക്ക്, അതായത് എയും ബിയും രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാവുമെങ്കിൽ നമുക്ക് വേണ്ടുന്നത് എ ആണെങ്കിൽ എയുടെ ഈൽഡ് മാത്രം കൂട്ടുന്നതിലും കാറ്റലിസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പം എ മെറ്റീരിയൽ ദാറ്റ് എൻഹാൻസസ് റേറ്റ് ആൻഡ് സെലക്ടിവിറ്റി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഇൻ ദ പ്രോസസ് ഇസ് സൈക്ലിക്കലി റീജനറേറ്റഡ്. കാറ്റലിസ്റ്റ് നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷെ കുറെ കേസുകളിലൊന്നും എക്സെപ്ഷൻസ് ഉണ്ട്. ചില കേസിലൊന്നും നമുക്ക് കാറ്റലിസ്റ്റ് റിക്കവർ ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമ്മൾ ജനറലി പറയുമ്പോൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് എ മെറ്റീരിയൽ ദാറ്റ് കൻ ഇംപ്രൂവ് ദി rate and selectivity of a particular chemical reaction, and in the process catalyst can be easily recovered. Okay, ഈ ഹെട്രോജനസ് കാറ്റാലിസിസ് നിങ്ങൾ ഇത് അറിയുന്ന കാര്യങ്ങളാണ്. ഹെട്രോ ഡിഫറെന്റ്, ജനസ് മീഡിയം. ഇപ്പൊ ഡിഫറെന്റ് മീഡിയത്തിലാണ് കാറ്റലിസ്റ്റും റിയാക്റ്റന്റും ഇരിക്കുന്നതെങ്കിൽ we call it as heterogeneous catalysis.
ഓക്കെ, അതെങ്ങനെയാണ് ഹെട്രോജനസ് കറ്റാലിസിസ് വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കും. ഇനി ഹെട്രോ ഉണ്ടെങ്കിൽ ഹോമോ ഉണ്ടല്ലോ. ഹോമോജനസ് കറ്റാലിസിസ് where the reactants and catalyst are in the same physical state. ഇതിന് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സൾഫർ ഡയോക്സൈഡിന്റെ ഓക്സിഡേഷൻ, അത് ആ റിയാക്ഷൻ പഠിച്ചാൽ തന്നെ രണ്ട് കാറ്റലിസ്റ്റ് ഉപയോഗിക്കും. അതിൽ സോളിഡ് ആയിട്ടുള്ള കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാൽ സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ആണല്ലോ, അപ്പോൾ അത് ഹെട്രോജനസ് ആയി. ഇനി അതേ സെയിം ഫിസിക്കൽ സ്റ്റേറ്റിൽ ഇരിക്കുന്ന കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാൽ അത് ഹോമോജനസ് കറ്റാലിസിസിലേക്ക് മാറും. അപ്പം അതിന് എക്സാമ്പിൾ അറിഞ്ഞിരിക്കുക. ഇനി എങ്ങനെയാണ് കറ്റാലിസിസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് റിയാക്ഷൻ കോർഡിനേറ്റ് വരച്ചാൽ റിയാക്ടന്റിന്റെ എനർജി എപ്പോഴും കൂടുതലായിരിക്കും, പ്രോഡക്റ്റിന്റെ എനർജി കുറവായിരിക്കും. ഇപ്പൊ റിയാക്ടന്റ് ഒരു അപ്ഹില്ല് വഴിയിട്ടാണ് പ്രോഡക്റ്റിലേക്ക് മാറേണ്ടത്. അപ്പൊ ഇത്രയും എനർജി, ഈ റിയാക്ടന്റിന്റെ എനർജി ഇതാണല്ലോ, ഇതിന്ന് ഈ ഹയസ്റ്റ് പീക്ക് എത്താൻ ഇത്രയും എനർജി ആവശ്യമുണ്ട്. അപ്പൊ ഇത്രയും എനർജി കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ അതിനെ നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കും. ആ ആക്ടിവേഷൻ എനർജി കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ റിയാക്ടന്റ് എന്ത് ചെയ്യുള്ളൂ, ഈ ലൈൻ ക്രോസ് ചെയ്ത് എനർജി കുറച്ച് പ്രോഡക്റ്റിലേക്ക് മാറുള്ളൂ. അപ്പം ഈ ഒരു അപ്ഹിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു റിയാക്ടന്റ് മാത്രമായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കും. അപ്പം കാറ്റലിസ്റ്റ് ചെയ്യുന്നത് ഈ ആക്ടിവേഷൻ എനർജീനെ കുറയ്ക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ആക്ടിവേഷൻ എനർജി ഇത്രയും ഉണ്ടായിരുന്ന ആക്ടിവേഷൻ എനർജി ഇയാൾ എന്ത് ചെയ്യും, കാറ്റലിസ്റ്റ് അതിന്റെ എനർജി കുറയ്ക്കും. ഈ വളരെ എക്സെപ്ഷണൽ കേസസിൽ റിയാക്ടന്റ് സ്വയമേ ഓറിയന്റ് ചെയ്ത് അതിന് ലെസ് എനർജറ്റിക് ഫോമിലേക്ക് മാറും. അപ്പൊ വീണ്ടും ആക്ടിവേഷൻ എനർജിയിൽ വ്യത്യാസം വരും. ഓക്കെ, എന്തായിരുന്നാലും റിയാക്ടന്റ് എന്ത് ചെയ്യും, കുറച്ച് ആക്ടിവേഷൻ എനർജി ഗെയിൻ ചെയ്ത് പ്രോഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പ്രോഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. നോക്കൂ, ഇവിടെയാണ് റിയാക്ഷൻ കോർഡിനേറ്റിൽ, ഇവിടെയാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാൻ, ഇവിടെയോ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ അപ്ഹില്ലും കടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പ്രോഡക്റ്റ് ഉണ്ടാവുകയും അത് ഡീസോർബ് ചെയ്യപ്പെടുകയും ചെയ്യും. കാറ്റലിസ്റ്റിന്റെ സർഫസിൽ നിന്ന് ഡീസോർബ് ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ജനറൽ മെക്കാനിസം ഓഫ് കറ്റാലിസിസ്. ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി അഡ്സോർപ്ഷൻ ഇൻ കറ്റാലിസിസ്, എവിടെയാണ് കറ്റാലിസിസിലെ അഡ്സോർപ്ഷൻ വരുന്നത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു മാക്സിമൈസ് റിയാക്ഷൻ റേറ്റ്, നമ്മളൊരു റിയാക്ഷൻ റേറ്റ് കൂട്ടാനാണല്ലോ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് സാധാരണ സോളിഡ് ആണെങ്കിൽ ദേ വിൽ പോസസ് പോർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെറിയ സുഷിരങ്ങൾ. ആ പോറസ് കാറ്റലിസ്റ്റിന്റെ സർഫസിലേക്ക് ഇയാൾ എന്ത് ചെയ്യും, ഈ റിയാക്ടന്റ് അഡ്സോർബ് ചെയ്യപ്പെടും. അപ്പൊ എത്ര പോറുണ്ടോ അത്രയും പോറിൽ റിയാക്ടന്റ് അഡ്സോർബ് ചെയ്യപ്പെടും. ഓക്കെ, ഇതൊരു കാറ്റലിസ്റ്റ് ബെഡ് ആണെന്ന് വിചാരിക്കുക. അതിൽ ധാരാളം പോർസ് ഉണ്ട്. ഇതാണ് പോർ. ഇവിടെ ഇങ്ങനെ പോറുകളുണ്ട്. അപ്പൊ കാറ്റലിസ്റ്റിന്റെ സർഫസിന് ധാരാളം പോറുണ്ട്. ആ പോറിലേക്ക് ആര് വരും, റിയാക്ടന്റ് വരും. ഇതാണ് ഇതിന്റെ കാറ്റലിസ്റ്റിന്റെ സർഫസ് എന്ന് വിചാരിക്കുക. ഇതാണ് റിയാക്ടന്റ് ആദ്യം എന്ത് ചെയ്യുന്നു, ഡിഫ്യൂസ് ചെയ്ത് കാറ്റലിസ്റ്റിന്റെ സർഫസിലേക്ക് വരുന്നു. ഓക്കെ, സർഫസിലേക്ക് വന്നിട്ട് അടുത്ത സ്റ്റെപ്പ് അയാള് അഡ്സോർപ്ഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിഫ്യൂഷൻ ഇൻ ടു ദി സർഫസ് ഓഫ് കാറ്റലിസ്റ്റ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ ഇൻ ടു ദി പോർസ് ഓഫ് ദി കാറ്റലിസ്റ്റ്. ഈ പോറിലേക്ക് റിയാക്ടന്റ് അഡ്സോർബ് ചെയ്യും. രണ്ട് റിയാക്ടന്റ് ഉണ്ടെങ്കിൽ ഈ പോറിലേക്ക് തന്നെ ആ രണ്ട് റിയാക്ടന്റും അഡ്സോർബ് ചെയ്യപ്പെടും. ആ പോറിനകത്ത് തന്നെ അതൊരു റിയാക്ഷൻ ഫാക്ടറി ആയിട്ട് വർക്ക് ചെയ്യും, അല്ലെ? ഓരോ പോറും ഓരോ റിയാക്ഷൻ ഫാക്ടറി ആയിട്ട് വർക്ക് ചെയ്യും. ഓരോ പോറിനകത്തും രണ്ട് റിയാക്ടന്റും ഡിഫ്യൂസ് ചെയ്ത് രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്ത്, അപ്പൊ കോണ്ടാക്ട് ടൈം കൂടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈൽഡ് കൂടി അവിടെ പ്രോഡക്റ്റ് ഉണ്ടാവും. അതാണ് എ ടു ബി. എ എന്ന് പറയുന്ന റിയാക്ടന്റ് ബിയിലേക്ക് മാറിയിട്ടുണ്ട്. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇനി ഉണ്ടായ പ്രോഡക്റ്റ് എന്ത് ചെയ്യണം, നാലാമത് ഡീസോർബ് ചെയ്യപ്പെടണം. അതായത് ഈ കാറ്റലിസ്റ്റിന്റെ പോറിൽ നിന്ന് ഇളകി ബൾക്കിലേക്ക് പോകണം. ഓക്കെ, അങ്ങനെ അത് ഡീസോർബ് ചെയ്യപ്പെടും. ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇയാൾ എന്ത് ചെയ്യും, എഫ്യൂഷൻ വഴി ഇയാള് തിരിച്ചതിന്റെ സർഫസിലേക്ക് പോകും. അപ്പം ആദ്യം ഡിഫ്യൂഷൻ, രണ്ടാമത് അഡ്സോർപ്ഷൻ, മൂന്നാമത് റിയാക്ഷൻ, നാലാമത് ഡീസോർപ്ഷൻ, അഞ്ചാമത് എഫ്യൂഷൻ. അപ്പൊ ഇത്രയും പ്രോസസ്സ് വഴി ഒരു കാറ്റലിസ്റ്റില് കാറ്റാലിസിസ്
കാണിക്കാൻ സാധിക്കും ബൈ ദ ഫിനോമിനൻ ഓഫ് അഡ്സോർപ്ഷൻ. ഇതാണ് ഒരു ഹെട്രോജനസ് കറ്റാലിസിസിലെ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് അഡ്സോർബൻറ്റും കാറ്റലിസ്റ്റും ഇന്ററാക്ട് ചെയ്യുന്നത്? ഇതാണ് അഡ്സോർബൻറ്റെങ്കിൽ, ഇതാണ് അഡ്സോർബേറ്റ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് റെസിഡ്യുവൽ ആയിട്ടുള്ള ഫോഴ്സസ് ഉണ്ടാവും. അതിനെ നമ്മൾ അൺസാച്ചുറേറ്റഡ് സർഫസ് ബോണ്ട് എന്നും പറയാറുണ്ട്. അപ്പൊ ഈ ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെ ഈ ഇന്ററാക്ഷൻ ബാലൻസ്ഡ് ആണ്. ഇവിടെ നോക്കി, ഇവിടെ ഉള്ള ആള് ഈ 4 പേരും കൂടി ഈക്വൽ ആയിട്ട് അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. പക്ഷെ ഇവിടെയോ താഴേക്ക് മാത്രമേ ഒരു ഇന്ററാക്ഷൻ വരുന്നുള്ളൂ. ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ താഴോട്ട് പോകുന്നതോറും ഇതെല്ലാം എല്ലാ സൈഡിൽ നിന്നും ഇന്ററാക്ഷൻ വന്ന് ബാലൻസ്ഡ് ആണ്. ഇവിടെ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിളിൽ ഇവിടെ നിന്നൊരു ഫോഴ്സ്, ഇവിടെ നിന്നൊരു ഫോഴ്സ്, ഇവിടെ നിന്നൊരു ഫോഴ്സ്, ഇവിടെ നിന്നൊരു ഫോഴ്സ്, എല്ലായിടത്തു നിന്നും ഫോഴ്സ് വന്ന് ഇയാൾ ബാലൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്. പക്ഷെ സർഫസിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്, അതിനെ റെസിഡ്യുവൽ ഫോഴ്സ് എന്ന് പറയുന്നു. ആ റെസിഡ്യുവൽ ഫോഴ്സിലേക്ക് അഡ്സോർബേറ്റ് വരുന്നു. ഇനി വന്നതിന് ശേഷം ഈ അഡ്സോർബേറ്റും അഡ്സോർബൻറ്റും തമ്മിൽ 2 രീതിയിൽ ഇന്ററാക്ട് ചെയ്യും. ഒന്നെന്ന് പറയുന്നത് ഫിസിക്കൽ അഡ്സോർപ്ഷൻ. ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും തമ്മിൽ ഫിസിക്കൽ ഫോഴ്സസ് വഴി മാത്രമായിരിക്കും ഇന്ററാക്ഷൻ ഉണ്ടാകുന്നത്. അതിന് നമ്മൾ ഫിസിക്സ് ഓപ്ഷൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നു. അപ്പൊ ഫിസിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വീക്ക് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങോ വാൻഡർവാൽസ് ഫോഴ്സസോ അങ്ങനെ ഏതെങ്കിലുമുള്ള വളരെ വീക്ക് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ്. ഇനി കെമിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ദേ ആർ മച്ച് മോർ സ്ട്രോങ്ങർ ബിക്കോസ് ദ അഡ്സോർബൻറ്റ് ആൻഡ് അഡ്സോർബേറ്റ് ആർ ഹെൽഡ് ടുഗെദർ ബൈ കെമിക്കൽ ബോണ്ട്. കെമിക്കൽ കോവാലന്റ് ബോണ്ട് ഉപയോഗിച്ചാണ് ഇവിടെ ഇന്ററാക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ ഡീസോർബ് ചെയ്യാൻ പാടായിരിക്കും. ഓക്കെ, കാരണം ഇതിലെ അഡ്സോർബൻറ്റും കാറ്റലിസ്റ്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആണ്. ഇവിടുത്തെ അഡ്സോർബൻ്റ് എല്ലാം കാറ്റാലിസിസ് പറയുമ്പോൾ അഡ്സോർബൻ്റ് എല്ലാം കാറ്റലിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം കാറ്റലിസ്റ്റ് ആണ്. കാറ്റലിസ്റ്റിലേക്ക് ഇവിടെ അഡ്സോർബൻ്റ് എന്ന് പറയുന്നത് സാധാരണ റിയാക്റ്റൻ്റും ആയിരിക്കും. ഇപ്പൊ റിയാക്റ്റൻ്റ് ആയിട്ടുള്ള അഡ്സോർബൻറ്റിന്റെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് കെമിക്സ് ഓപ്ഷനിൽ കോവാലന്റ് ബോണ്ടും ഫിസിക്സ് ഓപ്ഷനിൽ ഫിസിക്കൽ ഫോഴ്സസും ആയിരിക്കും. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ജസ്റ്റ് വായിച്ചു നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യത്യാസം ഫിസിക്സ് ഓപ്ഷൻ അതൊരു നോൺ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്സോർപ്ഷനും കെമിക്സ് ഓപ്ഷൻ ഹൈലി സെലക്റ്റീവും ആണ്. മാത്രമല്ല ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യത്യാസം ഫിസിക്സ് ഓപ്ഷൻ ഇസ് മൾട്ടി ലെയർ കവറേജ് എന്ന് പറയുന്നത് ഒന്നിന്റെ പുറത്തൊന്ന്, ഒന്നിന്റെ പുറത്തൊന്ന്, അതിന്റെ പുറത്തൊന്ന്, അങ്ങനെ അങ്ങനെ ധാരാളം ലെയർ അബ്സോർബ് ചെയ്യാൻ സാധിക്കും. കാരണം ഫിസിക്കൽ ഫോഴ്സസ് ആണല്ലോ. കെമിക്സ് ഓപ്ഷൻ പക്ഷെ ഒരു ലെയർ ഉണ്ടായി കഴിഞ്ഞാൽ, ഇവിടെ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് അഡ്സോർബേറ്റീവ് ആയിട്ടാണ് ബോണ്ട് ഉണ്ടാക്കുക. പക്ഷെ അങ്ങനെ ഒരു ബോണ്ട് പോസിബിൾ അല്ല. ഇവിടെ ബോണ്ട് പോസിബിൾ ഓൺലി ബിറ്റ്വീൻ ദ റിയാക്റ്റന്റ് ആൻഡ് ദ കാറ്റലിസ്റ്റ്. അപ്പൊ ഇതിന്റെ പുറത്ത് അടുത്തൊരു ലെയർ വന്നാൽ അത് അഡ്സോർബേറ്റ് ആയിരിക്കുമല്ലോ. അഡ്സോർബേറ്റ് തമ്മിൽ ഇവിടെ ബോണ്ട് ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും കെമിക്സ് ഓപ്ഷൻ വിൽ ബി എ സിംഗിൾ ലെയർ. അത് വളരെ മോണോ ലെയർ ആണ്, സ്പെസിഫിക് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യത്യാസമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്. ഇത് നമ്മൾ അഡ്സോർപ്ഷനും കാറ്റലിസിസും നോക്കി, അഡ്സോർപ്ഷനും റിയാക്ഷൻ റേറ്റും എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ആവുന്നത് നോക്കി. ഇനി സ്ട്രെങ്ത് ഓഫ് അഡ്സോർപ്ഷൻ ബോണ്ട്, അതായത് ഫിസിക്സ് ഓപ്ഷനും കെമിക്സ് ഓപ്ഷനും അതെങ്ങനെയാണ് കാറ്റാലിസിസിൽ പ്ലേ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ അഡ്സോർപ്ഷൻ ഇക്വിലിബ്രിയം ആൻഡ് കാറ്റാലിസിസ് നോക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്കിത് റെഫർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഞാൻ ഈ ബുക്കായിട്ട് അയച്ചിരുന്നതായിരിക്കും. ജസ്റ്റ് അതും കൂടെ ഒന്ന് സൈമൾട്ടേനിയസ് ആയിട്ട് റെഫർ ചെയ്തോളാം. ഇതിന്റെ നോട്ടും പ്രിപ്പയർ ചെയ്ത് പഠിച്ചോളാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ താങ്ക് യു.